എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. മിക്ക കുട്ടികളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് പഠിക്കുന്ന സമയത്തൊന്നുമല്ല, എക്സാമിന് മുമ്പ് എല്ലാവരും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപാണ്. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരം ഉണ്ടാക്കാൻ പോകുന്നത് എക്സാമിന്റെ തൊട്ടു മുൻപ് വരെ ടെൻഷൻ അടിച്ച് ആ ഒരു വെപ്രാണത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, എടാ നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചു, ഈ ഡെറിവേഷൻ പഠിച്ചു, മറ്റേ പഠിച്ചു, ഇത് പഠിച്ചോ. അപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് പാനിക് ആവുന്നില്ല. നിങ്ങൾ അതൊന്നും അങ്ങോട്ട് ഇരിക്കുക, ഞാൻ അത് പഠിക്കട്ടെ, ഇത് പഠിക്കട്ടെ, അതൊന്നും നീ പറഞ്ഞു തരുമോ? ഈ പരിപാടി ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ചെയ്യാതിരിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാനിക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ഒരുപക്ഷെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ നിങ്ങൾ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് പഠിച്ച പല കാര്യങ്ങളും അപ്പം മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പാനിക് അടിക്കുന്ന സമയത്ത്, നമുക്ക് ആൻസൈറ്റി അടിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും? മെമ്മറി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് വിട്ട് കളയും. അപ്പോൾ ഒരു കാരണവശാലും എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപുള്ള ആ ഒരു സാഹസം അത് കാണിക്കാതിരിക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ തീരുമാനിക്കണം, എന്തൊക്കെ എൻ്റെ ബ്രെയിനിലുണ്ടോ അത് മതി, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അവസാനം കൊണ്ട് ഞാൻ കൊളാക്കാൻ പോകുന്നില്ല. ഒരു ക്രിക്കറ്റ് പ്ലെയർ എങ്ങനെയാണോ ഫുൾ കോൺഫിഡൻസോട് കൂടി പെർഫോം ചെയ്യാൻ വേണ്ടി ക്രിക്കറ്റ് പിച്ചിലേക്ക് ഇറങ്ങുക, ആ ഒരു മെന്റാലിറ്റിയിൽ, ആ ഒരു മൂഡിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ ഹാളിലേക്ക് കയറേണ്ടത്. അങ്ങനെ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു 4 റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ആ 4 റൂൾസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതിലുപരി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള കുറേ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഇരിക്കാം. അതെങ്ങനെയാണെന്നുള്ള ഓരോന്നേയും പറയാൻ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം വളരെ എഫക്റ്റീവ്ലി ഉപയോഗിക്കാന്നാണ്. ഇവിടെ പല കുട്ടികളും ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, ഈ 15 മിനിറ്റ് കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും തപ്പും. എന്നിട്ട് തപ്പിയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ, അത് കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് പാനിക് അടിക്കും. എന്നിട്ട് അടുത്ത 15 മിനിറ്റും ആ ചോദ്യത്തിനെ പറ്റി ഓർത്ത്, അയ്യോ ഇത് എനിക്ക് അറിയില്ലോ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മാർക്ക് പോയി, എൻ്റെ പേപ്പർ പോയി, പരീക്ഷ ടഫാണ്, എന്നിട്ട് ആ ഒരു ലെവലിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് പോകുന്നു മാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കുറേ ചോദ്യങ്ങൾ ആ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും, അത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് സമാധാനത്തോടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തപ്പാണ് വേണ്ടത്. എന്ത്? നിങ്ങൾക്ക് 100% അറിയുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അത്രത്തോളം ഫെമിലിയർ ആയിട്ട് നിങ്ങൾ മുൻപ് പ്രാക്ടീസ് ചെയ്ത് അതേപോലത്തെ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ തപ്പി കണ്ടുപിടിച്ചിട്ട് ആ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ഞാൻ എഴുതുന്നുള്ള കാര്യം നിങ്ങൾ മെന്റലി റെഡിയാക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായി, കാരണം നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അത് എഴുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഓവറോൾ കോൺഫിഡൻസ് കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പേപ്പർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ ടഫായിട്ടുള്ള ചോദ്യങ്ങളില്ലേ അത് എത്തുമ്പോൾ നിങ്ങൾ ഓവർ പാനിക് അടിക്കില്ലേ. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അടുത്ത് ഇത്രയും മാർക്ക് ഉണ്ട്, ഒരു മിനിമം മാർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സമാധാനപരമായിട്ടായിരിക്കും ആ ഒരു ടഫ് ചോദ്യത്തിനെ ഹാൻഡിൽ ചെയ്യുക. മിക്ക സമയത്തും നമ്മുടെ ടെമ്പറമെന്റ് കുറച്ച് ചില്ലാണെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് എഴുതി വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ മൊത്തത്തിലൊരു പാനിക് അടിച്ചിട്ടാണ് പേപ്പർ ചെയ്യുന്നതെങ്കിൽ ആ ടഫായിട്ടുള്ള ചോദ്യം പോയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ വരെ നിങ്ങൾ തെറ്റിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക, അതല്ലാതെ പാനിക്കിനും ആങ്സൈറ്റിക്കും വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് ദ ഫസ്റ്റ് 2 പേജ് റൂൾ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ പബ്ലിക് എക്സാം കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് നിങ്ങൾ ആരാണോ നിങ്ങൾ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ ഐഡന്റിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേപ്പറാണ്. അതിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് 2 പേജാണ് ആ ടീച്ചറിന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഏത് തരം സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളൊരു A+ സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒന്നും അറിയാത്ത, നിങ്ങളൊന്നും പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് ആണോ എന്നല്ല. എല്ലാ മനുഷ്യന്മാർക്കും നിങ്ങൾ മനസ്സിലാക്കുക സൈക്കോളജിക്കൽ ബയസുകൾ ഉണ്ട്. അതിലൊരു ബയസാണ് ഹേലോ എഫക്ട്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ പണിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഓർഡർ ഉണ്ടാവും, പറ്റുന്ന അത്രയും ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷെ നിങ്ങൾ ഓർഡർ ഫോളോ ചെയ്യുമ്പോൾ ഫസ്റ്റ് 10 ചോദ്യത്തിൽ വെറും 2 ചോദ്യം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുള്ളെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഓർഡർ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം ടീച്ചർ നോക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ 8 ചോദ്യത്തിന് ആൻസർ പൊട്ടത്തെറ്റാണെങ്കിൽ ടീച്ചർ മെന്റലി നിങ്ങളെ ഒരു പഠിക്കാത്ത ഒരു കുട്ടിയായിട്ട് ലേബൽ ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കും പേപ്പർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ഫസ്റ്റ് 2 പേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഷുവർ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾ ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു സെക്ഷനിലെ ചോദ്യവും വേറെ സെക്ഷനിലെ ചോദ്യമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. നിങ്ങൾ സെക്ഷൻ 3 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് 4 മാർക്സിന്റെ ചോദ്യം വെച്ചിട്ടാണ് നിങ്ങൾ പേപ്പർ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ ആ സെക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് വിത്തിൻ ദാറ്റ് സെക്ഷനും നിങ്ങൾ ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. 4 മാർക്കിന്റെ ചോദ്യത്തിൽ ആദ്യം അവസാനത്തെ ചോദ്യം, പിന്നെ ഇടയിലുള്ള ചോദ്യം, അങ്ങനെയും ചെയ്യാം.
ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങൾ ഓവർ മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ 30ാമത്തെ ചോദ്യം, പിന്നെ 5ാമത്തെ ചോദ്യം, പിന്നെ 17ാമത്തെ ചോദ്യം, അങ്ങനെ നിങ്ങൾ ഓവർ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിന് കറക്റ്റ് ചെയ്യുമ്പോൾ പണി നിങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്മാരാണ് അവരും, അവർക്ക് ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ അറിയാലോ, എല്ലാവരുടെയും സ്വഭാവം കുറച്ച് മോശമായിരിക്കും, മാർക്ക് തരുന്നതിൽ കുറച്ച് മോശമായിരിക്കും. ഇനി ഈ ഒരു ടെക്നിക്കിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 2 പേജിൽ ടീച്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം അറിയുമെങ്കിൽ ടീച്ചർ മെന്റലി നിങ്ങളൊരു A+ സ്റ്റുഡന്റ് ആയിട്ട് നമ്മുടെ ലേബൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു 6ാമത്തെ 7ാമത്തെ പേജിൽ ഏതെങ്കിലും ചോദ്യത്തിന് പകുതി ആൻസർ ഒക്കെ എഴുതി വെച്ചുള്ളൂവെങ്കിലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിയാണെന്നുള്ള കാര്യമാണല്ലോ ടീച്ചറുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് പൊതുവെ മാർക്ക് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫസ്റ്റ് 2 പേജെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ എഴുതുക, മാർജിനൊക്കെ നല്ല വൃത്തിയായി വരയ്ക്കുക, ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയായിട്ട് എഴുതുക. ആ കാര്യം കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ കുറച്ച് എക്സ്ട്രാ മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നെക്സ്റ്റ് റൂളാണ്, നിങ്ങൾ എപ്പോഴും ടൈം മാനേജ്മെന്റ് അഥവാ ടൈമിനെയാണ് നിങ്ങളുടെ ഈഗോനേക്കാളും കൂടുതൽ എക്സാം ഹാളിൽ വാല്യൂ വേണ്ടത്. പല കുട്ടികളും ഉണ്ടാക്കുന്ന 2 മിസ്റ്റേക്സ് ഉണ്ട് അവിടെ. ഒന്ന്, ഒരു 2 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ചോദ്യമാണ്. പല കുട്ടികളും എന്താ ചെയ്യുക, അതിന് വലിയൊരു എസ് എഴുതി വെക്കും. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, അപ്പോൾ നന്നായിട്ട് അറിയുന്നുള്ള കാര്യം ടീച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ എസ് എഴുതി വെക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു 6 മാർക്കിന്റെ 5 മാർക്കിന്റെ ചോദ്യം കിടപ്പുണ്ടാവും. ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ എടുക്കേണ്ട സമയമാണ് നിങ്ങളിവിടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എന്ന് മാത്രമല്ല, നിങ്ങൾ എത്ര വലിയ എസ് എഴുതി വെച്ചാലും നിങ്ങൾക്ക് 2 മാർക്ക് ചോദ്യത്തിന് 5 മാർക്കും തരാൻ പോകുന്നില്ലോ, അതിന് 2 മാർക്കിൽ തരുള്ളൂ. അപ്പോൾ ആ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ടൈം മാനേജ്മെന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മാർക്കിനനുസരിച്ചൊക്കെ എഴുതാനുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ മുൻ പരീക്ഷകളിലൊക്കെ നിങ്ങൾ ഈ പേപ്പർ തീർക്കാൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ മിക്ക സമയത്തും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഉചിതം. പക്ഷെ അപ്പോഴും സെക്ഷന്റെ കാര്യം മിക്സപ്പ് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷൻ മാറി മാറി ചേരുന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇവിടെ രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾ പേരിടാന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ ഭയങ്കര ടഫായിട്ട് വരും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ ഈഗോ ഇങ്ങനെ ഹിറ്റ് ചെയ്യും, അത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ചെയ്തിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതി ചിന്തിച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെറുതെ കുറേ സമയം നിങ്ങൾ കളിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയുന്ന കുറേ ചോദ്യം പേപ്പറിൽ കിടപ്പുണ്ടാകും ഇനി അങ്ങോട്ട്. ആ ചോദ്യത്തിൻ്റെ സമയം നിങ്ങൾ വെറുതെ ഇതിന്റെ മുകളിൽ കളയാണ്. ഇതിൽ എക്സ്ട്രാ മാർക്ക് എന്തെങ്കിലും കിട്ടുമോ? എത്ര ടഫ് ചോദ്യമാണെങ്കിലും അതിന് 3 മാർക്കുള്ളൂ, 3 മാർക്കേ കിട്ടുള്ളൂ. അത് ടഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു ടഫ് ചോദ്യം തന്നാൽ അതിന്റെ പുറകെ ഇങ്ങനെ പോരുത്. നേരെ മറിച്ച് എന്താ ചെയ്യേണ്ടത്, അതിന്റെ സ്ഥലം നിങ്ങളുടെ പേപ്പറിൽ ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള കുറേ ചോദ്യങ്ങളില്ലേ, അതിന്റെയൊക്കെ ആൻസർ കൃത്യമായിട്ട് കൊടുത്ത് ആ മാർക്ക് നമ്മുടെ പോക്കറ്റിലാക്കിയിട്ട് മതി ഈ ടഫ് ചോദ്യങ്ങളിലേക്ക് അവസാനം തിരിച്ചു വരാൻ. മിക്ക സമയത്തും നമ്മൾ കുറച്ച് ചില്ലായിട്ടുള്ളൊരു മൈൻഡിൽ ഈ ഒരു ടഫ് ചോദ്യത്തിലേക്ക് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അവിടെ കിട്ടും. അല്ലാണ്ട് പാനിക് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ നോക്കിയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഈഗോ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക, ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാണ് ആക്ച്വലി മാർക്ക് നിങ്ങൾക്ക് നേടാൻ പോകുന്നത്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളാണ്, ഒരു കാരണവശാലും ഒരു ചോദ്യം നിങ്ങൾ വിടാൻ പാടില്ല. എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, മിക്കവാറും നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേപ്പർ ടഫായിട്ട് വരും, അതിൽ കുറെ ടഫ് ചോദ്യങ്ങളുണ്ടാവും. അപ്പം കുട്ടികളെല്ലാവരും പരീക്ഷ കഴിഞ്ഞ് ഭയങ്കര പാനിക് ആയിരിക്കും, ഞാൻ എനിക്കത് എഴുതാൻ പറ്റില്ല, എനിക്കത് കിട്ടില്ല, അത് കിട്ടില്ല, എനിക്ക് മാർക്ക് കിട്ടില്ല, ഞാൻ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെന്റാലിറ്റിയിൽ അങ്ങോട്ട് പോകും. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇന്നെവിറ്റബിളി പബ്ലിക് എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ടഫായിട്ടുള്ള പേപ്പറിനായിരിക്കും ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? സംഭവം എന്താ വെച്ചാൽ ഒരു എക്സാം ചിലപ്പോൾ ടഫായിട്ട് വരും. അന്ന് വെച്ചിട്ട് ആ ഒരു എക്സാമിന് മാത്രം ടോപ്പറിനും മാർക്ക് കുറവ്, ആവറേജ് ഉള്ള കുട്ടിക്കും മാർക്ക് കുറവ്, പഠിക്കാത്ത കുട്ടി തോറ്റു പോവുക, കുറേ പേര് തോറ്റു പോവുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഗവൺമെന്റിനോ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ മിക്ക സമയത്തും ഈ ടഫ് എക്സാം ഓവർ ടഫായിട്ടൊക്കെ കുട്ടികൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും പ്രിൻസിപ്പൽമാരും ഒക്കെ എന്ത് ചെയ്യും, അത് വേണ്ട അതോറിറ്റീസിനെ അറിയിക്കും, അത് വലിയ സംസാരവും. അങ്ങനെ ജനറലി ഈ എക്സാം വാല്യുവേഷൻ എന്താണ് പൊതുവെ ലീനിയന്റ് ആക്കുകയാണ് ചെയ്യുക. എന്താണ് ഈ ലീനിയന്റ് ആക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആൻസർ കറക്റ്റ് ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്കോ അല്ലെ ഓൾമോസ്റ്റ് ഫുൾ മാർക്കിനനുസരിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാച്ച് ഉണ്ട്, എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് തരാൻ പറ്റൂ. നിങ്ങൾ ഒന്നും എഴുതി വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും തരാൻ പറ്റുമോ? ഒന്നും തരാൻ പറ്റില്ല, 0 മാർക്കാണ്. അതുകൊണ്ടാണ് ഈ എക്സാം ടഫായി വരുന്ന വർഷങ്ങളിലും ചില കുട്ടികൾക്ക് അങ്ങനെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ആൻസർ പ്രോപ്പറായിട്ട് എഴുതി വെക്കാത്ത കുട്ടികളാണെങ്കിലും നല്ല മാർക്ക് കിട്ടും, വളരെ നല്ല മാർക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷെ അതേ പഠന ലെവലിലുള്ള ഒരു കുട്ടി ചിലപ്പോൾ തോറ്റു പോകാനും ചാൻസ് ഉണ്ട്. വ്യത്യാസം എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞ കുട്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ കുട്ടി എനിക്ക് ചോദ്യത്തിന് ആൻസർ അറിയില്ലല്ലോ, അപ്പൊ ഞാൻ വിട്ടു. ഈ മണ്ടത്തരം, ഈ ബ്ലണ്ടർ ഒരു കാരണവശാലും നിങ്ങൾ കാണിക്കരുത്. എന്തെങ്കിലും എഴുതി വെക്കണം. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. സോഷ്യലോ ബയോളജിയോ പോലത്തെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനോട് സംബന്ധമായിട്ടില്ല, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് അങ്ങോട്ട് എഴുതി വെക്കുക. പരീക്ഷ ടഫാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടിക്കോളും. മാത്സിലോ ഫിസിക്സിലോ പോലത്തെ സബ്ജക്ട്സിലാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവില്ലേ, ഗിവൺ വാല്യൂസ് തന്നിട്ടുണ്ടാവില്ലേ, ഫോഴ്സ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും തന്നിട്ടുണ്ടാവില്ലേ,
അതങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുല അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലയെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാം നാളെ ടഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നേരെ മറിച്ച് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വാശി പിടിച്ചിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ട പൂജ്യം കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബ്ലണ്ടർ, ഇത് റൂള് പോലെയല്ല, ബ്ലണ്ടറാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ റൂൾസും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി കൂടുതൽ ചിന്തിക്കാനും സംസാരിക്കാനും ഒന്നുമില്ല. നേരെ എക്സാം മോഡിലേക്ക് കയറുക. കോൺഫിഡൻസോടെ പരീക്ഷയിൽ അങ്ങോട്ട് പെർഫോം ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ ദിവസങ്ങൾ ഉറക്കില്ലാതിരുന്ന് പഠിച്ചിട്ടുണ്ട്, കുറെ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സമയം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഫുൾ കോൺഫിഡൻസോടെ എക്സാം മോഡിലേക്ക് കയറി ചെല്ലുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലെ മാർക്ക് നിങ്ങളെ ഡിഫൈനും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഡിസിപ്ലിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും നേരത്തെ ഇറങ്ങി പോരുകയോ അല്ലെങ്കിൽ മൂഡില്ലാതെ ഉത്തരം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക, അതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങൾ ഡിസിപ്ലിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ റൂളുകളെല്ലാം ഉപയോഗിക്കുക. ഒരു സമാധാനപരമായുള്ള രീതിയിൽ പരീക്ഷ ടാക്കിൾ ചെയ്യുക. എന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരിക. നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.